ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അവസാനിക്കുന്നതിനെ പറ്റിയെല്ലാം സംസാരിച്ചിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഓഫറിനെ പറ്റിയും ക്രിപ്സ് മിഷനെ പറ്റിയും അതിൻ്റെ ഫെയിലിയറിനെ തുടർന്നുണ്ടാകുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ പറ്റിയുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഡിസ്കസ് ചെയ്ത് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? 1940കളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്തിയിട്ടുണ്ട്. 1940ലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓഗസ്റ്റ് ഓഫർ കിട്ടുന്നത്. ആരാണിത് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ലിൻലിത്ഗോ ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഓഫർ തരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഓഫർ തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധം നമുക്കറിയാം 1939 മുതൽ 45 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അപ്പോൾ 1939 സ്റ്റാർട്ട് ചെയ്ത രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇന്ത്യക്കാരുടെ സപ്പോർട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്യാണ്, ലോർഡ് ലിൻലിത്ഗോ നമുക്കൊരു ഓഫർ തരികയാണ്. എന്തൊക്കെയാണ് ഈ ഓഫറിനകത്ത് ഉണ്ടായിരുന്നത്? കാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന, എന്നാൽ ഒരു സമയമായപ്പോൾ നമ്മളത് മാറി, ഇനി നമുക്ക് പൂർണ്ണ സ്വരാജ് തന്നെ വേണമെന്ന് നമ്മൾ ഇന്ന് പരിധിവരെ എത്തിയപ്പോൾ ഇപ്പോൾ ഒരു പതുക്കെ ഒരു സാധനം നമുക്ക് തരാമെന്ന് പറയുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ എന്ത് തരാം, ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാം. പക്ഷേ ഇതെല്ലാം എന്താണ് ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, യുദ്ധത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് മാത്രമല്ല വേറെയും ഓഫേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? സെറ്റിംഗ് അപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെയിൻലി കൺസിസ്റ്റിംഗ് ഓഫ് ഇന്ത്യൻസ്. ഇതുവരെ ഞങ്ങൾ നിങ്ങളെ പറ്റിച്ച പോലെയൊന്നല്ല, നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കുന്നു, ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ള ഒരു അസംബ്ലി ഉണ്ടാക്കുന്നു. അതിനകത്ത് പ്രധാനമായും ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇന്ത്യക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും ആര് പറഞ്ഞു, ലോർഡ് ലിൻലിത്ഗോ പറഞ്ഞു. മാത്രമല്ല നോ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ബി അഡോപ്റ്റഡ് വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ഇന്ത്യൻസ്. ഇന്ത്യക്കാരുടെ കൺസെന്റ് ഇല്ലാതെ, ഇന്ത്യക്കാരുടെ സമ്മതമില്ലാതെ ഇനി ഒരു ഭാവിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഒരു ഭരണഘടനയും എന്ത് ചെയ്യില്ല എന്നും ഇവർ പറഞ്ഞു. ബ്രിട്ടീഷുകാർ നമുക്ക് ഉറപ്പ് തന്നു. നമുക്കറിയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഒക്കെ ബ്രിട്ടീഷുകാരുടെ ഒരു ഇഷ്ടത്തിനാണ് തന്നെ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സംഭവം ഇനി ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പും ഇതിൽ തന്നു, ഓഗസ്റ്റ് ഓഫറിൽ തന്നു. അപ്പോൾ ചോദ്യം വരാറുണ്ട്, ഓഗസ്റ്റ് ഓഫർ തന്നത് ആരാണ് എന്ന് ചോദ്യം വരാറുണ്ട്. ആ സമയത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ലിൻലിത്ഗോ ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓഫർ തരുന്നത്. മറ്റൊരു രീതിയിൽ കൂടി ചോദിക്കാറുണ്ട്, ആരുടെ കാലഘട്ടത്തിലാണ് ഓഗസ്റ്റ് ഓഫർ തരുന്നത്, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഓഫർ തരുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യം വരാറുണ്ട്. അത് മറക്കരുത്, ലോർഡ് ലിൻലിത്ഗോ ആണ്. എന്തിനാണ് തന്നത്? രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സപ്പോർട്ട് കിട്ടാനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓഗസ്റ്റ് ഓഫർ തന്നിരിക്കുന്നത്. എന്തായിരുന്നു അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്? ഇന്ത്യക്കുള്ള ഡൊമിനിയൻ സ്റ്റാറ്റസ്, ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, മാത്രമല്ല ഭാവിയിൽ ഒരു ഭരണഘടന തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇന്ത്യക്കാരുടെ കൺസെന്റ്, ഇന്ത്യക്കാരുടെ സമ്മതം ഉണ്ടാവുമെന്നുള്ള ഉറപ്പുമാണ് എന്തിലുണ്ടായിരുന്നത്, ഓഗസ്റ്റ് ഓഫറിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനെ ജവഹർലാൽ നെഹ്റു വിളിച്ചത് ഇറ്റ്സ് ആസ് ഡെഡ് ആസ് എ നെയിൽ, അതൊരു ആണിയെ പോലെ. അത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നമുക്ക് എന്തില്ല, യാതൊരു ഉപകാരമില്ല എന്നാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. കോൺഗ്രസ് എന്ത് ചെയ്തു, ഇത് റിജക്ട് ചെയ്തു. ഇതിനെതിരെ ഒരു സമരം എന്നുള്ള നിലയിൽ ഓൾറെഡി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു പ്രധാനപ്പെട്ട സമരമൊന്നും ഗാന്ധിജിയുടെ ഇതിൽ വന്നിട്ടില്ല. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കഴിഞ്ഞു, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വരാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ പ്രത്യേകിച്ച് സമരങ്ങളൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട്, പ്രധാനപ്പെട്ട മൂവ്മെൻറ്റുകളൊന്നും നടക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് നിലവിലില്ലാത്തത് കൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്യുകയാണ്, ഗാന്ധിജി ഒരു പുതിയ മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കുകയാണ്. ഇൻഡിവിജ്വൽ സത്യാഗ്രഹ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്നും എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ വിളിക്കാറുണ്ട്. അങ്ങനെ ഗാന്ധിജി ഈ ഓഗസ്റ്റ് ഓഫറിനെതിരായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ടും പറയാറുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഇതിലൂടെ ഉദ്ദേശിച്ചാൽ, അതൊരു സിംബോളിക് ആയിട്ടുള്ള നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു സമരമുറയായിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, ഈ ഒരു ഇൻഡിവിജ്വൽ CDM അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ മുന്നോട്ട് വെച്ചത്. ഇതിൽ ആദ്യമായിട്ട് ഇനിയിപ്പോൾ ആരാണ് ഇൻഡിവിജ്വൽ ആയിട്ട് സത്യാഗ്രഹം എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഓഫർ ചെയ്യാം, അത് കഴിഞ്ഞ് ഗാന്ധിജി തീരുമാനിക്കും ആര് ചെയ്യണം എന്നുള്ളത്. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിരുന്നത്, ഇത് വർക്ക് ചെയ്തിരുന്നത്. ആദ്യമായി ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ഓഫർ ചെയ്തത് ആചാര്യ വിനോബ ഭാവെയാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ഗാന്ധിജി വിഭാവനം ചെയ്തപ്പോൾ അതിൽ ആദ്യമായി സത്യാഗ്രഹം ഓഫർ ചെയ്ത വ്യക്തി ആരാണ്, ആചാര്യ വിനോബ ഭാവെ ആയിരുന്നു ആ വ്യക്തി. രണ്ടാമത് വീണ്ടും ഓഫർ ചെയ്തത് ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ്. രണ്ടുപേരെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ ഇൻഡിവിജ്വൽ CDM എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഓഫറിനെതിരെ ഗാന്ധിജി തുടങ്ങിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അതിൽ ആദ്യമായി സത്യാഗ്രഹം ഓഫർ ചെയ്തത് ആചാര്യ വിനോബ ഭാവെ ആയിരുന്നു. രണ്ടാമതാരും ചെയ്തു, ജവഹർലാൽ നെഹ്റുവും ചെയ്തു. രണ്ടുപേരും ഇവിടെ എത്തി, ജയിലിലെത്തി. അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ
ലോകത്തെമ്പാടും ബ്രിട്ടൻ്റെ പൊസിഷൻ ആയാലും എങ്ങനെയൊക്കെ ആയാലും മൊത്തത്തിൽ എന്താവാൻ തുടങ്ങി, പ്രശ്നങ്ങളാവാൻ തുടങ്ങി. വേഴ്സണിങ് വാർ ടൈം ഇൻ്റർനാഷണൽ സിറ്റുവേഷൻ, ഗ്ലോബൽ തലത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എന്താണ്, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്, വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ആ സമയത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ 1942 മാർച്ച് 23 എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയിലോട്ട് അയക്കുകയാണ്. എന്തിനാണ് അവർ വരുന്നത്? സെയിം പരിപാടി തന്നെയാണ്. യുദ്ധത്തിൽ ഇന്ത്യയുടെ സപ്പോർട്ട് കിട്ടാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രപ്പോസൽസുമായിട്ട്, ഭരണഘടനാപരമായ പ്രപ്പോസൽസുമായിട്ടാണ് ആര് വരുന്നത്, സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ക്രിപ്സ് മിഷൻ ഇന്ത്യയിലോട്ട് എത്തുന്നത്. സെയിം പരിപാടി തന്നെയാണ്. ഡൊമിനിയൻ സ്റ്റാറ്റസ് ആഫ്റ്റർ വാർ, യുദ്ധം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഞങ്ങൾ ഡൊമിനിയൻ സ്റ്റാറ്റസ് തരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വിത്ത് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് കൂടി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തുണ്ടാക്കുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കുന്നു. അപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ പറഞ്ഞേ, 1942 ലോകത്ത് മൊത്തത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഇഫക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇന്ത്യക്കാരുടെ സപ്പോർട്ട് കിട്ടാനായിട്ട് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന വ്യക്തിയെ എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയിലോട്ട് അയക്കുകയാണ്. ചോദ്യം വരാറുണ്ട്, സ്റ്റാഫോർഡ് ക്രിപ്സിനെ ഇന്ത്യയിലോട്ട് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്, അല്ലെങ്കിൽ ക്രിപ്സ് മിഷന്റെ കാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? എല്ലാത്തിനും ഉത്തരം വിൻസ്റ്റൺ ചർച്ചിലാണ്. അങ്ങനെ ഇവരെത്തി, ഇവർ തന്ന ഓഫർ ഡൊമിനിയൻ സ്റ്റാറ്റസ് ആഫ്റ്റർ വാറും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വിത്ത് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം പ്രിൻസ്ലി സ്റ്റേറ്റ്സും ആയിരുന്നു. ഇത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ എന്ത് ചെയ്തു, ഇത് റിജക്ട് ചെയ്തു. മുസ്ലിം ലീഗ് ഈ ഒരു കാലഘട്ടം ആകുമ്പോഴത്തേക്കും തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന വാദത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉറച്ചു നിന്നിട്ടുണ്ട്. എന്ത് വന്നാലും ഞങ്ങൾക്ക് പാകിസ്ഥാൻ കിട്ടിയേ പറ്റൂ, എന്ത് സംഭവിച്ചിട്ടായാലും ഞങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ സംഭവം നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് ഇവർ പാകിസ്ഥാനെ പറ്റി ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു, മുസ്ലിം ലീഗും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. സോ എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികൾ, കോൺഗ്രസും ലീഗും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും എന്ത് ചെയ്തു, ഇതിൽ ഡിസാറ്റിസ്ഫൈഡ് ആവുകയും ഇത് റിജക്ട് ചെയ്യുകയും ചെയ്തു. ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത് ഇറ്റ്സ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഇൻ എ ക്രാഷിംഗ് ബാങ്ക് അല്ലെങ്കിൽ ക്രംബ്ലിംഗ് ബാങ്ക് എന്നാണ്. രണ്ടും കാണാറുണ്ട്. പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന, വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിലെ പിൻതീയതിയിട്ട ചെക്കാണ് ക്രിപ്സ് മിഷൻ എന്നാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഇതായിരിക്കും. ഗാന്ധിജി എന്തിനെയാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്കിനെ ക്രാഷിംഗ് ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചത്? SSC ചോദിച്ചിട്ടുള്ളതിന് കയ്യും കണക്കുമില്ല. അത്രയും തവണ SSC RRB ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. PSC മോശമല്ല, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി എന്ത് ചെയ്ത്, പിൻതീയതിയിട്ട ഒരു ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അവരെ പറഞ്ഞു നോക്കി, ഗാന്ധിജിയൊക്കെ കൺവിൻസ് ചെയ്യാൻ സ്റ്റാഫോർഡ് ക്രിപ്സ് ഒക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി, നടന്നില്ല. സ്റ്റാഫോർഡ് ക്രിപ്സ് തൻ്റെ മിഷൻ ഫെയിലറായി എന്ത് ചെയ്തു, ഓഗസ്റ്റ് 12 1942 തിരിച്ചു പോവുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മളോട് മറ്റൊരു വെടിക്കെട്ട് തുടങ്ങുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തി, പുതിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രപ്പോസൽസ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ മുസ്ലിം ലീഗും കോൺഗ്രസിനും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല. ഭൂരിഭാഗം പൊളിറ്റിക്കൽ പാർട്ടീസും അതിനെ എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. ഗാന്ധിജി അതിനെ പിൻതീയതിയിട്ട പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിലെ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ പറ്റിയായിരുന്നു. ഇദ്ദേഹം സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിൽ നിന്നും 1942 ഓഗസ്റ്റ് 12 തിരിച്ചു. ഇതാണ് സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന വ്യക്തി. ഗാന്ധിജിയുടെ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങുന്നതാണ്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വരുന്നത്. ക്രിപ്സ് മിഷൻ്റെ ഫെയിലിയർ ആണ് സത്യം പറഞ്ഞാൽ എന്തിന് കാരണമാവുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് കാരണമാവുന്നത്. ഇൻഡിവിജ്വൽ സത്യാഗ്രഹ വലിയൊരു മാസീവ് മൂവ്മെൻ്റ് ഒന്നും ആയിരുന്നില്ല, മാസ് മൂവ്മെൻ്റ് ഒന്നും ആയിരുന്നില്ല. സ്വന്തമായി എന്താ പറയുക, ഓരോരുത്തർ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വീണ്ടും ഒരു മാസ് മൂവ്മെൻറ്റിൻ്റെ ഒരു ആവശ്യകതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഗാന്ധിജി അതിനുവേണ്ടി ലോഞ്ച് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ തന്നെ ഹിന്ദി നെയിമാണ് ഏതെന്ന് പറയുന്നത്, ഭാരത് ചോഡോ ആന്തോളൻ എന്ന് പറയുന്നത്. ചിലർ പറയുന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് മാത്രമേ ചിലപ്പോൾ ഇനി കണ്ടു എന്ന് വരുള്ളൂ. ഭാരത് ചോഡോ ആന്തോളൻ എന്നാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ദൈവം ആ സാധനം ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടേ ഇല്ലല്ലോ, ഞാൻ പറഞ്ഞു തന്നിട്ടേ ഇല്ലല്ലോ എന്ന് പറയരുത്. ഭാരത് ചോഡോ ആന്തോളൻ എന്ന് വെച്ചാൽ ഹിന്ദി അറിയുന്നവർക്ക് അറിയിക്കട്ടെ. ഞാനൊക്കെ എൻ്റെയൊക്കെ ഹിന്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പും തൂവും കോനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ഈ ഭാരത് ചോഡോ ആന്തോളനും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും ഒന്നാണെന്ന് മനസ്സിലാവണമെന്നില്ല. അങ്ങനെയുള്ളവർ പൂർത്തി വയ്ക്കുക. ഭാരത് ചോഡോ ആന്തോളൻ, ഭാരതം വിട്ടുപോകാനുള്ള സമരം അല്ലേ, അതാണ് ഇതെന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യയുടെ വൈസ്രോയി ആര് തന്നെയാണ്? ലോർഡ് ലിൻലിത്ഗോ തന്നെയാണ്, മാറിയിട്ടില്ല. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഗോ എന്നുള്ളത് നോക്കിയാൽ മതി. ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പൊയ്ക്കോ സ്ഥലം വിട്ടോ എന്നുള്ളതല്ലേ. ക്വിറ്റിൻ്റെ അർത്ഥം തന്നെയാണ് സ്ഥലം വിട്ടോ. ഗോ പോ ക്വിറ്റ് മതി വിട്ടോ എന്ന് നമ്മൾ പറഞ്ഞതാണ് ഏതെന്ന് പറയുന്നത്, ലോർഡ് ലിൻലിത്ഗോ എന്ന് പറയുന്നത്. അപ്പോൾ ലോർഡ് ലിൻലിത്ഗോൻ്റെ കാലഘട്ടത്തിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വരുന്നത്. എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ ലാസ്റ്റ് മേജർ മാസ് മൂവ്മെൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ മാസ് മൂവ്മെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അവസാനത്തെ പ്രധാനപ്പെട്ട മാസ് മൂവ്മെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്.
പറയുന്നത്, നമ്മുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ക്രിപ്സ് മിഷൻ്റെ ഫെയിലിയർ കാരണം ഇന്ത്യയിൽ ഭാരത് ചോഡോ ആന്തോളൻ അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുകയാണ്. ആ കാലഘട്ടത്തിൻ്റെ വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് ലിൻലിത്ഗോ ആണ്. ഇന്ത്യയിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ മാസ് മൂവ്മെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ബോംബെയിൽ ഓഗസ്റ്റ് 8, 1942 ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കൂടുകയും ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ എന്ത് ചെയ്യുകയും ചെയ്തു, പാസ്സാക്കുകയും ചെയ്തു. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിവസമായി ആചരിക്കുകയും അന്ന് തന്നെ എന്ത് ചെയ്യുകയും ചെയ്തു, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 1942 ഓഗസ്റ്റ് 8 ബോംബെയിലാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കൂടുന്നത്. അന്ന് അവരവിടെ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ് ചെയ്യുകയുണ്ടായി. അടുത്ത ദിവസം തന്നെ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആരംഭിക്കുകയുണ്ടായി. അന്നത്തെ പ്രസംഗത്തിൽ ഗാന്ധിജി ഉപയോഗിച്ച ഒരു വാചകമാണ് ഏതെന്ന് പറയുന്നത്, ഡു ഓർ ഡൈ എന്ന് പറയുന്നത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത്. ഇത് ഗാന്ധിജിക്ക് പറഞ്ഞു കൊടുത്ത് യൂസഫ് മെഹ്റലിയ എന്ന് പറയുന്നുണ്ട്. അതും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഗാന്ധിജി അന്നത്തെ തൻ്റെ പ്രസംഗത്തിൽ ചെയ്താണ്, നമ്മൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ മരിക്കുന്നു, ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രിട്ടീഷുകാരുടെ അടിമകളായി ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. നമ്മളിനി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ചുകൊണ്ട് സ്വതന്ത്രരായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക എന്നുള്ള ഒരു പുതിയ മന്ത്രം എന്ത് ചെയ്യുകയാണ് ഗാന്ധിജി തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, തൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പറയുകയാണ്. അത് എന്താ പറയുക, രാജ്യം മൊത്തം ഏറ്റെടുക്കുകയുണ്ടായി. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ആ ഒരു സാധനം എന്ത് ചെയ്തു, രാജ്യം മുഴുവൻ കത്തിപ്പടരുകയുണ്ടായി. ബ്രിട്ടീഷുകാർ ഇത് കണ്ടു വെക്കുമോ, ഇല്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും ഒരൊറ്റ എന്താ പറയുക, വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് 1-2 ദിവസം കൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെയും ഇവർ പൊക്കി എന്ത് ചെയ്തു, ഇവർ അകത്തിട്ടു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. ബോംബെയിൽ ഓഗസ്റ്റ് 8, 1942 ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കൂടുകയും ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്തു. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കൊടുത്ത ക്യാപ്ഷനാണ് ഡു ഓർ ഡൈ എന്ന് പറയുന്നത്. അന്ന് തന്നെ 1-2 ദിവസത്തിനകത്ത് എല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെയും എന്ത് ചെയ്തു, ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു മൂവ്മെൻറ്റിന് നേതാവില്ലാതാക്കുക എന്നാണ് എന്ത് ചെയ്തിരുന്നത്, ബ്രിട്ടീഷുകാർ വിചാരിച്ചിരുന്നത്. പക്ഷേ യുവത്വം ഏറ്റെടുത്തു. റാം മനോഹർ ലോഹിയെ പോലെ, യുവത്വം എന്ന് മാത്രമല്ല വേറെ നേതാക്കന്മാർ, S.M. ജോഷിയെ പോലെ, ജയപ്രകാശ് നാരായണനെ പോലുള്ള വിദ്യാർത്ഥി നേതാക്കന്മാർ എന്ത് ചെയ്തു, ഇതിലോട്ട് കടന്നു വരികയും അവരിതിന് ഫുൾ പവർ എന്നൊക്കെ പറയില്ല, ഫുൾ ഓണുള്ള പരിപാടി കൊടുക്കുകയും ചെയ്തു. ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്ന ഒരു ലേഡിയാണ് അരുണ ആസഫ് അലി എന്ന് പറയുന്നത്. അവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് എന്ത് ചെയ്തു, ഇന്ത്യൻ പതാക ഉയർത്തിക്കൊണ്ട് രാജ്യത്തെമ്പാടുമുള്ള രാജ്യസ്നേഹികളുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആ ഒരു സ്പിരിറ്റ് വാനോളം ഉയർത്തി എന്നാണ് പറയുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് അവരെന്തായിട്ട് അറിയപ്പെടുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ നായിക എന്നറിയപ്പെടുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമര നായിക എന്നറിയപ്പെടുന്നത്. ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്ന ആരാണ്, അരുണ ആസഫ് അലിയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അകത്തായി എങ്കിലും ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ബ്രിട്ടീഷുകാർ വിചാരിച്ചത് എല്ലാ നേതാക്കന്മാരെയും പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സമരത്തിൻ്റെ വീര്യം കുറയൊന്നും പിന്നീട് ഫൈറ്റ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ അത് മറുമരുന്ന് ആവുകയാണ് ചെയ്യുന്നത്. നേതാവില്ലാതായപ്പോൾ എല്ലാവരും നേതാവായി, എല്ലാവരും എന്ത് ചെയ്തു, എല്ലാവരും തൻ്റെ സമരമായിട്ട് സ്വന്തം സമരമായി എന്ത് ചെയ്തു, ഇത് ഏറ്റെടുത്തു. പതുക്കെ യുവത്വത്തിനിടയിലോട്ടും ഗ്രാമങ്ങളിലോട്ടും എല്ലാം എന്ത് ചെയ്തു, ഇത് കത്തിപ്പടർന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ക്ലൈമാക്സ് ആയി എന്ന്, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ക്ലൈമാക്സ് ആയി എന്ന് ഓരോരുത്തരും എന്ത് ചെയ്തു, വിശ്വസിച്ചു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഇവിടെ നിന്ന് പോവും എന്നുള്ള കാര്യം എന്തായി, ഉറപ്പായി. ഏറെക്കുറെ എല്ലാവരുടെയും ഉള്ളത് ഉറപ്പായി. സോ അത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഓടിക്കൊണ്ടിരിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഞാനിപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, 1857 റിവോൾട്ടിൽ തുടങ്ങി. അത് കഴിഞ്ഞ് 1885 മുതൽ 1905 വരെയുള്ള INCയുടെ മോഡറൈസേഷനെ പറ്റി നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് 1905 മുതൽ 1915 വരെയുള്ള എക്സ്ട്രീമിസ്റ്റിൻ്റെ സെഷൻ നമ്മൾ നോക്കുകയുണ്ടായി. അതിനിടയിൽ ബംഗാളൊക്കെ വിഭജിച്ച് നമ്മൾ കണ്ടു. അതിനെതിരെ സ്വദേശി മൂവ്മെൻറ്റ് വന്നത് നമ്മൾ കണ്ടു. സൂറത്തിൽ എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റുകളും തല്ലിപ്പിരിഞ്ഞ് നമ്മൾ കണ്ടു. ലക്നൗ പാക്റ്റിൽ മോഡറേറ്റുകൾക്കും എക്സ്ട്രീമിസ്റ്റുകൾക്കും ഒപ്പം മുസ്ലിം ലീഗും കോൺഗ്രസും കൈകൊടുത്ത് നമ്മൾ കണ്ടു. ആനി ബസന്റെ നേതൃത്വത്തിലുള്ള ഹോം റൂൾ മൂവ്മെന്റ് 1916 വന്നതിനെ പറ്റി നമ്മൾ കണ്ടു. 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തുന്ന ഗാന്ധിജി ഒരു വർഷത്തെ ടൂറിന് ശേഷം ചമ്പാരനിലൂടെയും ഖേദയിലൂടെയും അഹമ്മദാബാദ് മിനിസ്ട്രേറ്റിലൂടെയും തന്റെ വരവറിയിച്ചതും എന്ത് ചെയ്തു, നമ്മളോട് കണ്ടു. 1919 ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടക്കുരുതി, റൗലറ്റ് ആക്ട്, അനാർക്കി ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിലൂടെയും അതിന്റെ ഭാഗമായി നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ മരിച്ച ഒരുപാട് നിരപരാധികളുടെ കഥയും നമ്മൾ അറിഞ്ഞു. അത് കഴിഞ്ഞ് തുർക്കിയിലെ രാജാവ് പോയതിന്, ഖലീഫ പോയതിന്
തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ഖിലാഫത്ത് മൂവ്മെൻറ്റും ഗാന്ധിജി അതിന് കൊടുത്ത സപ്പോർട്ടും നമ്മൾ കണ്ടു. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ക്ലിക്കായിരുന്ന ആ ഒരു പരിപാടി ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മോശം സംഭവത്തിലൂടെ നിർത്തേണ്ടി വന്നതും ഗാന്ധിജി അത് ക്യാൻസൽ ചെയ്ത് നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായി ഉടക്കുണ്ടായതും സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് നമ്മൾ കണ്ടു. അതിനുശേഷം പുതിയ പരിഷ്കാരങ്ങളുമായി ജോൺ സൈമൺ ഇന്ത്യയിൽ എത്തിയത് നമ്മൾ കണ്ടു. അതെ, വന്ന പോലെ തന്നെ ഗോ ബാക്ക് സൈമൺ എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടത് നമ്മൾ കണ്ടു. അതിനിടയിൽ ലാത്തി ചാർജിൽ ലാഹോറിൽ വെച്ചുണ്ടായ ലാത്തി ചാർജിൽ നമ്മുടെ ലാല ലജ്പത് റായ് മരണപ്പെട്ട നമ്മൾ കണ്ടു. അടുത്ത സമരമായി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഗാന്ധിജി ലോഞ്ച് ചെയ്ത് നമ്മൾ കണ്ടു. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട സമരമുറ എന്നുള്ള രീതിയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നതും അത് നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോഡേൺ ഇന്ത്യയിൽ പഠിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത് എന്നുള്ളതും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് എങ്ങനെയാണ് അവസാനിക്കുന്നതും അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും സംഭവബഹുലമായ കാര്യങ്ങളാണ് ഇനി ഇവിടെ അങ്ങോട്ട് വരാനിരിക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്ത് ചെയ്തോളൂ, താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.